ഹലോ നമസ്കാരം. ഹേമന്ത് വത്സരാജാണ്. ഞാൻ ഒരു സ്വെൽറ്റ് എന്ന് പറയുന്ന ഒരു ഫ്രെയിംവർക്കിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഇൻട്രൊഡക്ഷൻ മാത്രമല്ല, ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ചും കൂടെ കുറച്ചും കൂടെ ട്യൂട്ടോറിയൽസ് പോലെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇതിൽ ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനാണ്, ലൈക്ക് റിയാക്റ്റ്, വ്യൂ, ആംഗുലാർ പോലത്തെ തന്നെ ഉള്ള ഒരു ഫ്രെയിംവർക്കാണ് സ്വെൽറ്റിൻ്റെ കമ്മ്യൂണിറ്റി ഇപ്പോൾ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ കുറച്ച് ആൾക്കാർക്ക് ഇപ്പോൾ ഉപയോഗിക്കുന്നുള്ളൂ. ഇന്ത്യയിൽ തന്നെ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. പക്ഷേ ഒരു ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിറ്റിയാണ്. സ്വെൽറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എല്ലാ ടൂളുകളും, ഇപ്പം റിയാക്റ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ആംഗുലാർ ആണെങ്കിലും വ്യൂ ആണെങ്കിലും ഈ ടൂളുകളിലൊക്കെ ഉള്ള എല്ലാ ഫ്രെയിംവർക്കിലും ഉള്ളത് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഓൾറെഡി സ്വെൽറ്റിലുണ്ട്. അപ്പോൾ സ്വെൽറ്റിൻ്റെ ഒരു കമ്പോണൻ്റ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഈ ഫസ്റ്റ് വീഡിയോ. അപ്പം നോർമലി നമ്മൾ റിയാക്റ്റിലോ അല്ലെങ്കിൽ ബാക്കിയുള്ള ലാംഗ്വേജസിലൊക്കെ നമ്മൾ നോർമലി .js ഫയൽ ഉണ്ടാവുക. നമ്മുടെ കേസിൽ ഒരു .svelte ഫയൽ ഉണ്ടാവുക. വേറൊരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ശരിക്കും HTML ഒരു സൂപ്പർ സെറ്റാണ്. ഇതിൽ JSX എന്ന പരിപാടിയില്ല. ഇതിൽ ജസ്റ്റ് HTML തന്നെയാണ്, നോർമലി ഉള്ള HTML ആണ്. അതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ചും കൂടെ കാര്യങ്ങൾ ആഡ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഇതാണ് സ്വെൽറ്റ്. അപ്പോൾ ഇതിൻ്റെ ഞാനൊരു സാമ്പിൾ ഇത് കാണിച്ചു തരാം, ഒരു കമ്പോണൻ്റ് എങ്ങനെ ഉണ്ടാവുക. അപ്പോൾ നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ നമ്മൾ h1 ടാഗ് നമുക്കിതിങ്ങനെ എഴുതാം. അപ്പോൾ ഹലോ വേൾഡ് ആണല്ലോ നമ്മുടെ മെയിൻ, നമ്മൾ ഹലോ വേൾഡ്. പിന്നെ നമുക്കൊരു p ടാഗ്, ദിസ് ഇസ് എ പാരഗ്രാഫ്. ഓക്കെ, അപ്പം ഇത് നോർമൽ നമ്മൾ എങ്ങനെയാണോ ഇത് എഴുതുന്നത്, അതായത് HTML കോഡ് എഴുതുന്നത് അത്ര തന്നെ എഴുതുന്നതുള്ളൂ. പിന്നെ നമുക്കിതിനിടയിൽ നമുക്ക് വേണമെങ്കിൽ സ്റ്റൈൽ കമ്പോണൻ്റ് എഴുതാം, സ്റ്റൈൽ കമ്പോണൻ്റ് അല്ല, സ്റ്റൈൽ എഴുതാം. ഫോർ എക്സാമ്പിൾ P ആണെങ്കിൽ നമ്മൾ പാരഗ്രാഫ് ടാഗിൻ്റെ ഇതിനകത്തേക്ക് നമ്മൾ എഴുതുന്നെങ്കിൽ നമ്മൾ പറയുന്ന കളർ നമ്മൾ പറയുന്നു ഗ്രീൻ എന്ന് കൊടുത്ത് വെച്ചോ. അപ്പം ലൈക്ക് നിങ്ങൾക്ക് കാണാം ഗ്രീൻ ആയി, റൈറ്റ്. അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് h1 ടാഗിൽ നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും CSS എഴുതണമെങ്കിൽ ലൈക്ക് നമ്മൾ പറയുകയാണ്. അപ്പം ലെറ്റ് ബി ലൈക്ക് കളർ പർപ്പിൾ കൊടുത്തു കഴിഞ്ഞാൽ പർപ്പിളായി. സോ ബേസിക്കലി നിങ്ങളുടെ ഒരു HTML പേജ് എങ്ങനെയാണോ അത്ര തന്നെയാണ് ഇതിൻ്റെ കാര്യം. ഇനി നിങ്ങൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു ജാവാസ്ക്രിപ്റ്റ് ആഡ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജാവാസ്ക്രിപ്റ്റും അതേപോലെ തന്നെ നിങ്ങൾ ഹലോ നമ്മൾ console.log ഹലോ കൊടുത്തു കഴിഞ്ഞാൽ ഹലോ ഈക്വൽ ടു സംതിങ്. ഓക്കെ, നമ്മളെന്തെങ്കിലും കൊടുക്കുകയാണ് സംതിങ്. അപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സംതിങ് പ്രിൻ്റായി കിട്ടി. അപ്പം ഇറ്റ്സ് വർക്കിംഗ്, റൈറ്റ്. അപ്പോൾ ഇതാണ് ഒരു നോർമൽ ഒരു ആപ്പ്, ഒരു സ്വെൽറ്റ് ഇത്. അപ്പോൾ ഈ റെപ്പലിൻ്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി ഇത് ഡൗൺലോഡ് ചെയ്യാം. നമുക്ക് ജസ്റ്റ് ഇത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ എൻ്റെ ഇതിൻ്റെ പുറകിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല, ഒരു സിപ്പ് ഫയലായിട്ട് ഡൗൺലോഡ് ആയിട്ടുണ്ട്. ആ സിപ്പ് ഫയൽ എനിക്ക് എന്താ പറയുക VS കോഡ് പോലത്തെ ഞാൻ ഉപയോഗിക്കുന്ന VS കോഡാണ്. VS കോഡിൻ്റെ അത് നമുക്ക് അത് തുറക്കാം. ഞാൻ VS കോഡിൽ തുറന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം നമ്മളുടെ ഇതിനകത്താണ് ഉള്ളത്. നമ്മൾ നോക്കിയാൽ കാണാം നമ്മൾ ചെയ്ത സാധനങ്ങൾ എങ്ങനെ കിട്ടും. അപ്പോൾ നമുക്കത് എവിടെ നിന്ന് വേണമെങ്കിലും ആക്സസ് ചെയ്തിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് നമ്മളുടെ ലൈക്ക് മെയിൻ പ്രോഗ്രാമിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ അത് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ചെയ്ത കോഡിൽ എന്തെങ്കിലും കറക്ഷനും എററും ഇപ്പം കണ്ട് ഫോർ എക്സാമ്പിൾ നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് വരുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് താഴത്ത് കാണിക്കും. ഓക്കെ, അപ്പം ഞാൻ ഇപ്പുറത്തായാലും അപ്പോൾ ഇതാണ് നമ്മുടെ എറർ. ഇപ്പം ഉണ്ടല്ലേ ഹലോൻ്റെ ഇവിടെ നമ്മളൊരു ഇതില്ല എന്ന് പറഞ്ഞപ്പോൾ നമുക്കവിടെ ഒരു എറർ മെസ്സേജ് വന്നു. ക്ലോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എറർ. അപ്പോൾ നമുക്കിതെന്ന് വെച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ സാധനം നമുക്ക് കോഡ് ഡൗൺലോഡ് ചെയ്യാം. അപ്പം നേരത്തെ ഡൗൺലോഡ് ചെയ്ത കോഡാണിത്. പിന്നെ ഇത് വർക്ക് ചെയ്യുന്നത് ഇത് വെച്ചാണ്. നമുക്ക് വേണമെങ്കിൽ ആക്ച്വലി റൺ ചെയ്യാം. അപ്പം ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റാർട്ട് ഉണ്ടല്ലേ npm സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് റണ്ണാവും. അപ്പം അത് ഏതാണ് നമ്മുടെ ബോഡിയിലേക്ക് എങ്ങനെയാണ് ഇതാക്കുന്നതൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ സംസാരിക്കാം. അപ്പം ഇതാണ് നമ്മുടെ ബേസിക് ഒരു നമ്മളുടെ ഒരു സ്വെൽറ്റ് കണ്ടോ, സ്വെൽറ്റിൻ്റെ എക്സ്റ്റൻഷൻ കണ്ടില്ലേ. അപ്പോൾ ഇതാണൊരു സ്വെൽറ്റ്. അപ്പോൾ ഇതൊന്നും കാണാൻ പറ്റുന്നില്ലല്ലേ, ഞാൻ കുറച്ച് വലുതാക്കാം. ഇതാണ് ഒരു ബേസിക് സ്വെൽറ്റ് ഫയൽ. ഓക്കെ, അപ്പോൾ പറഞ്ഞ പോലെ അപ്പം ഇതാണ്, അതായത് കണ്ടാലറിയാം നിങ്ങൾക്കൊരു HTML തന്നെയാണെന്ന് തോന്നും. HTML നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളും പരിപാടികളൊക്കെ ഇതിന് ശേഷം നമുക്ക് ചെയ്യാനുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യാം. ഇനി നമുക്കൊരു ചെറിയ ഒരു കമ്പോണൻ്റ് ഉണ്ടാക്കാം. അപ്പം നമ്മളൊരു component.svelte എന്നൊരു ഫയൽ ഉണ്ടാക്കി. ഇനി ഇതാണ് ഇനി അങ്ങോട്ട് കമ്പോണൻറ്റ് പ്രോഗ്രാമിംഗ് പരിപാടിയാണ്.
കമ്പോണൻ്റ് വെച്ചിട്ട് നമ്മൾ റിയാക്റ്റിലും ആംഗുലറൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ വീണ്ടും എൻ്റെ പേരിൽ ഒരു h1 ടാഗ് ഇട്ടു. ഓക്കെ, അപ്പോൾ ഇതിനെങ്ങനെ ഇമ്പോർട്ട് ചെയ്യാം? അപ്പം നമ്മുടെ സ്ക്രിപ്റ്റ് വെച്ചാകണ്ടല്ലോ, ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇമ്പോർട്ട് കമ്പോണൻറ്റ് ഇമ്പോർട്ട് ഫ്രം. അപ്പോൾ നമുക്കിവിടെ എന്ത് പേര് കൊടുക്കാം, എന്ത് പേര് വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ ഞാൻ കമ്പോണൻ്റ് കൊടുത്തു ഫ്രം നമ്മൾ ./component .svelte. ഓക്കെ, അപ്പോൾ നമ്മുടെ കമ്പോണൻ്റ് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇതിൽ ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ നമ്മളെ ഈ HTML വരുന്ന ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾക്ക് ഇവിടെ കമ്പോണൻ്റ് എന്ന് അടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് ഇന്ന് ഇമ്പോർട്ട് ചെയ്യാം. കണ്ടോ? അപ്പം ഇതാണ് നമ്മളുടെ കമ്പോണൻറ്റ്. അപ്പം ഇത് ഒരു പാരൻറ്റ് കമ്പോണൻ്റ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള ചൈൽഡാണത്. അപ്പോൾ നമുക്കിത് റിപ്പീറ്റഡ്ലി നമുക്കത് ഉപയോഗിക്കാൻ വേണ്ടി കണ്ടല്ലോ. ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ നമുക്കിത് റിപ്പീറ്റഡ്ലി കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ എത്ര പ്രാവശ്യം വേണമെങ്കിൽ ചറപ്പറ എന്നാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം ഇതാണ് ഒരു ബേസിക് സ്ട്രക്ചർ. അപ്പോൾ ഇങ്ങനെയാണ് കമ്പോണൻ്റ് എഴുതി പോവുക. ഇതിനിടയിൽ നമുക്ക് വേണമെങ്കിൽ ഇനിയും നമുക്ക് വേണമെങ്കിൽ ഗ്രാൻഡ് ചൈൽഡ്. ഓക്കെ, ഞാൻ പറയുകയാണ്, ഞാൻ ഇതൊരു പി ടാഗ് കൊടുത്തു. എന്ത് വേണം കൊടുക്കട്ടോ, ഞാനിപ്പം ഹലോ ദിസ് ഈസ് ദ ഗ്രാൻഡ് ചൈൽഡ്. ഓക്കെ, ഗ്രാൻഡ് ചൈൽഡ് കൊടുത്തു. ഓക്കെ, അപ്പം നമ്മൾ ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ചുമ്മാ അതിനെ ഇമ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇതിനെ ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് സ്ക്രിപ്റ്റ് ടാഗ് വേണം, കാരണം അത് ജാവ സ്ക്രിപ്റ്റാണ്. നമ്മൾ സ്ക്രിപ്റ്റ് ടാഗ് ഇട്ട് നമ്മൾ പറയുന്നത് ഇമ്പോർട്ട് ഗ്രാൻഡ് ചൈൽഡ്. ഓക്കെ, ഫ്രം ./grand child. ഇത്ര എഴുതിയാൽ മതി. നോർമലി എടുക്കേണ്ടതാണ്. ഓക്കെ, ഇതിലെടുക്കുന്നില്ല, നോർമലി എടുക്കുന്നതാണ്. അപ്പോൾ ഗ്രാൻഡ് ചൈൽഡ് വന്നു. ഗ്രാൻഡ് ചൈൽഡ് പക്ഷേ കാണാനില്ലല്ലോ. അപ്പോൾ നമ്മൾ ഗ്രാൻഡ് ചൈൽഡ് എങ്ങനെ കൊണ്ടുവരണം, നമ്മളിവിടെ ഗ്രാൻഡ് ചൈൽഡ് അടിച്ച് കഴിഞ്ഞാൽ ഗ്രാൻഡ് ചൈൽഡ് വന്നു. ഓക്കെ, അപ്പോൾ ഇനിയുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണം. നമ്മൾ ഇതിൽ ഒരു സ്ക്രിപ്റ്റ് ടാഗേ പാടുള്ളൂ. നമ്മൾ രണ്ടാമതൊരു സ്ക്രിപ്റ്റ് ടാഗ്, നോർമലി ജാവ സ്ക്രിപ്റ്റില്ല, നമ്മുടെ HTML പേജുകളിൽ നമുക്ക് മൾട്ടിപ്പിൾ സ്ക്രിപ്റ്റ് ടാഗ് ഇടാം. പക്ഷേ ഇതിൽ കണ്ടോ, ഇതിലത് എറർ അടിക്കും. അത് ഞാനിത് കംപ്ലീറ്റ് ചെയ്ത് തരാം. അപ്പം കണ്ടോ, ഇവിടെ എഴുതിയത് കമ്പോണൻറ്റ് ക്യാൻ ഓൺലി ഹാവ് 1 ഇൻസ്റ്റൻസ് ലെവൽ. അപ്പം ഇത് പറ്റില്ല. അതേപോലെ നമ്മളിനി സ്റ്റൈൽ അടിച്ചു കഴിഞ്ഞാലും ഇതേ പ്രശ്നമാണ്, നമുക്ക് ഒന്നേ പറ്റുള്ളൂ എന്ന് പറയും. ഓക്കെ, ഇനി അടുത്ത കാര്യം, നമ്മളിവിടെ H1 നമ്മൾ കളർ കൊടുത്തിട്ടുണ്ട്, പർപ്പിൾ കൊടുത്തിട്ടുണ്ട്, Pന് നമ്മൾ കളർ കൊടുത്ത് ഗ്രീൻ കൊടുത്തിട്ടുണ്ട്, റൈറ്റ്? അപ്പം നമ്മളിപ്പം ഈ കൊടുത്ത കളറുകളൊന്നും നമ്മുടെ അപ്പോൾ ഇത് നമ്മുടെ കമ്പോണൻറ്റിലോ, അപ്പോൾ നമുക്കിത് ചൈൽഡ് ആക്കാം. എന്നിട്ട് ഇതിന് നമുക്കിവിടെ ചൈൽഡ് ആക്കാം. നിർബന്ധമല്ല കേട്ടോ, നമുക്ക് ഇത് തന്നെ വേണേൽ മെയിൻറ്റെയിൻ ചെയ്യാം. ഞാൻ പക്ഷേ ചൈൽഡ് എന്നൊക്കെ കുറച്ചുകൂടെ എളുപ്പത്തിന് മനസ്സിലാക്കാൻ വേണ്ടി. ഓക്കെ, അപ്പം ഇത് ഗ്രാൻഡ് ചൈൽഡ്. ഓക്കെ, അപ്പം ഇതിൽ കണ്ടോ, ഹേമന്ത് വത്സരാജ് എന്നുള്ള ഈ ടെക്സ്റ്റിന് നമുക്ക് എന്താ പറയുക, ഒരു കളറുമില്ല. നമ്മളിവിടെ കളർ കൊടുത്തിട്ടുണ്ടെങ്കിലും ഈ ചൈൽഡിലേക്ക് വന്നിട്ടില്ല, ഗ്രാൻഡ് ചൈൽഡിലേക്ക് വന്നിട്ടില്ല, ഒന്നിലേക്കും വരില്ല. അപ്പം ഓരോ കമ്പോണൻറ്റിനും അതാത് സ്റ്റൈൽ ടാഗിൽ ഇട്ടാൽ മാത്രമേ വരുള്ളൂ. അപ്പോൾ ഇവിടെ കൊണ്ടുപോയിട്ട് നമ്മളിനി സ്റ്റൈൽ എഴുതിയിട്ട് നമ്മൾ പറയുകയാണ്, നമ്മൾ H1 ഒരു കളർ കൊടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കൊടുക്കും, കളർ ഗ്രീൻ. ഗ്രീൻ വേണ്ട, നമുക്ക് ബ്ലൂ ആകാം. ബ്ലൂ കൊടുത്തു കഴിഞ്ഞാൽ ബ്ലൂ വന്നു, പക്ഷേ വേറെ ഒന്നും എഫക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അതേപോലെ പാരഗ്രാഫിൻ്റെയും നമ്മൾ ഇവിടെ പാരയാണല്ലോ, അത് എടുക്കുന്നില്ല. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് അവസ്ഥ. ഇനി നിങ്ങൾക്ക് അഥവാ കൊടുക്കണം എന്ന് തോന്നി കഴിഞ്ഞാൽ ഒരു സ്യൂഡോ ടാഗ് എന്ന് പറയുന്നത് കിട്ടും. ഇങ്ങനെയാണെന്ന് തോന്നുന്നു, ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ഇതിപ്പം നമ്മുടെ ഇതിനൊക്കെ ഓവർ റൈഡ് ആവുന്നതാണോ സംശയമുണ്ട്. വെയിറ്റ് കണ്ടോ, അപ്പോൾ നമ്മളിവിടെ കളർ കൊടുത്തത് നമ്മളിപ്പം ഇത് നമുക്ക് മാറ്റി വേറെ എന്തെങ്കിലും കൊടുക്കാം. ഇപ്പം എന്താ പറയുക, നമ്മൾ ലൈൻ ചെയ്യാനല്ല, ഫ്ലോട്ട് ഓക്കെ അല്ല, ലൈൻ റൈറ്റിൽ കിടക്കണം, ടെക്സ്റ്റ് ലൈൻ റൈറ്റ്. അപ്പോൾ റൈറ്റിലേക്ക് മാറി. അപ്പം ഈ സാധനം വർക്കാൻ വേണ്ടി നമ്മൾ പക്ഷേ ഇവിടെ എടുത്തുകയും ചെയ്തു. അപ്പോൾ ഇത് ഇങ്ങനെ ഗ്ലോബൽ കൊടുത്തിട്ട് ഇതിന് പറയാം സ്യൂഡോ ക്ലാസ് എന്നാണ്. ഒരു സ്യൂഡോ
എലമെൻ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇതിനെ ഇങ്ങനെ ചെയ്തു. അതേപോലെ കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്, അത് ഞാൻ അടുത്ത വീഡിയോകളിൽ പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നുണ്ടാവും. ഇത് നമ്മളുടെ മെയിൻ ഇത്. നമുക്കതിലേക്ക് നമ്മളൊരു ചൈൽഡിനെ ഇമ്പോർട്ട് ചെയ്തു. ചൈൽഡ് ഇമ്പോർട്ട് ചെയ്ത് ഇവിടെ എത്തി, ഇവിടെ എത്തി. അത് കഴിഞ്ഞ് ഇപ്പുറത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഗ്രാൻഡ് ചൈൽഡ് ഉണ്ട്. ഗ്രാൻഡ് ചൈൽഡിനെ ചൈൽഡിലേക്ക് ഇമ്പോർട്ട് ചെയ്തു. എന്നിട്ട് ഇതിൽ ആപ്പിൽ നമ്മൾ ഗ്രാൻഡ് ചൈൽഡിനെയും നമ്മളെടുത്തു. ഓക്കെ, അപ്പോൾ എല്ലാം കൂടെ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ബേസിക് നമ്മളുടെ ഒരു സ്വെൽറ്റ് കമ്പോണൻറ്റും കാര്യങ്ങളൊക്കെ. ചൈൽഡും ഗ്രാൻഡ് ചൈൽഡൊക്കെ ഉണ്ടല്ലോ. അപ്പം ഇനി ഇതിനെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ട്യൂട്ടോറിയലാണ് ഉണ്ടാവുക. അപ്പം അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ്. ബൈ.